പമ്പയാറ്റിൽ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ അസ്ഥികൂടം മനുഷ്യൻ്റേതെന്നാണ് സംശയിക്കുന്നത്. തലയോട്ടിയും അസ്ഥികളുമൊക്കെയാണ് കണ്ടെടുത്തത്. ഈ അസ്ഥിക്കൊപ്പം പൂജാ സാധനങ്ങളും ഉണ്ട് എന്നതാണ് കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, ഇത് മീൻ പിടിക്കാൻ പോയ ആളുകളുടെ ചൂണ്ടയിൽ കുടുങ്ങിയായിരുന്നു എന്നാണല്ലേ അറിഞ്ഞത്? ഇത് പൂർണ്ണമായും ഒരു അസ്ഥികൂടം എന്ന നിലയ്ക്കാണോ, അതോ ആകെ ഒരുപാട് കാലപ്പഴക്കം കണക്കാക്കാവുന്ന വിധത്തിലാണോ? ഈ പൂജാ സാധനങ്ങളുമൊക്കെ കാണുമ്പോൾ അല്ലേ പലതും സംശയിക്കണം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് 2 യുവാക്കൾ അവിടെ കല്ലിശ്ശേരി പാലത്തിന്, റെയിൽവേ പാലത്തിന് സമീപം അല്ലെങ്കിൽ അടിയിൽ കൂടി ഒഴുകുന്ന പമ്പാ നദിയിൽ ചൂണ്ടയിടാൻ വേണ്ടി എത്തിയത്. റെയിൽവേ പാലത്തിന് സമീപമാണ് അവരിരുന്ന് ചൂണ്ടയിട്ടത്. ആ സമയത്തിൽ ചൂണ്ടയിൽ എന്തോ വലിയ കനപ്പെട്ട മീൻ കുടുങ്ങിയെന്നാണ് യുവാക്കൾ കരുതിയത്. ഉയർത്താൻ വേണ്ടി ചൂണ്ട ഉയർത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് യുവാക്കൾ ആറ്റിലിറങ്ങി പരിശോധിച്ചപ്പോഴാണ് വലിയൊരു ചാക്കിലാണ് ചൂണ്ട കുരുങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലായത്. അങ്ങനെ ചാക്ക് പുറത്തേക്ക് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് നിന്ന് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. അസ്ഥികൂടങ്ങൾ മാത്രമല്ല, ഈ കത്തിക്കരിഞ്ഞ നിലയിലുള്ള അസ്ഥികൂടങ്ങളാണ്. അസ്ഥികൂടങ്ങൾ മാത്രമല്ല, ചില പൂജാ സാധനങ്ങളൊക്കെ, മാലയും അടക്കമുള്ള വസ്തുക്കളും ആ ചാക്കിലുണ്ടായിരുന്നു. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ മരണാനന്തര ചടങ്ങുകൾ, അതായത് ഈ നമ്മൾ ആളുകളെ സംസ്കരിച്ചതിന് ശേഷം ഈ കുഴിമാടത്തിൽ അവശേഷിക്കുന്ന ഇത്തരത്തിലുള്ള അസ്ഥികൂടങ്ങളൊക്കെ ആറ്റിലും കടലിലും ഒക്കെ ഒഴുക്കാറുള്ളൊരു പതിവുണ്ട്. അങ്ങനെ ഒരുക്കിയതാകാം എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്തായാലും വ്യാപകമായ രീതിയിലുള്ള അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും.